ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഷുഗർ ചീരത്തോരൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഷുഗർ ചീര എടുത്തിട്ടുണ്ട്, വീട്ടിലുണ്ടായത് തന്നെയാണ്. തളിയുടെ ഇല എടുക്കാൻ നോക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇല മാത്രം എടുത്തിട്ടൊന്ന് അരിയാം. അപ്പോൾ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനൊരു പാലുണ്ടാവും, അപ്പോൾ അതൊക്കെ കളയണം. ഭയങ്കര ഒട്ടലാവും അതിന്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം. അപ്പോൾ ഞാൻ നുറുക്കിയിട്ടാണിത് കഴുകിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ പാലുണ്ടാവും എല്ലാത്തിലും. അപ്പോൾ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കഴുകിയെടുക്കാം. ഈ ചീരയൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഔഷധ ഗുണമുള്ള ചീരയാണ്. പിന്നെ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇലകൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇല എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ തോരനൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കണം, ആ ഇലയുടെ ഒക്കെ ഒന്ന് പാല് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാനിത് ഊറ്റിയെടുക്കുന്നത്. അപ്പോഴേക്കും തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയ്ക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. അത് വയലറ്റും ഉണ്ട്, പച്ചയുണ്ട്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഷുഗർ ചീര ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചീര ഞാൻ കുറച്ച് നേരം മൂറ്റി വെച്ചിട്ടാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒന്നും പാടില്ല ഇതിന്, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഇല ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളം ഇറങ്ങിയിട്ട് ഇത് വേവാനുള്ള വെള്ളം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം തുറന്നിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കുക. ഇതുപോലെ ഇളക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്നുകൂടി ഡ്രൈ ആവാനുണ്ട്, കുക്കാവാനും ഉണ്ട്.
അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പോകുമ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷുഗർ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്